ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി റെഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സ്മിറ്റിൻ വർഗീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സബ്ജക്റ്റ് പറയണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് വേറൊരു സബ്ജക്റ്റും കൂടെ പറഞ്ഞിരിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുന്നാണ് ഒരു പടം റിലീസ് ചെയ്തത്. 19-ാം നൂറ്റാണ്ടായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിനയൻ ഡയറക്ടേഷൻ ചെയ്ത ഒരു മികച്ച ഒരു ഹിസ്റ്ററിക്കൽ ചലച്ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. മാമാങ്കം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞാലിമരക്കാരായിക്കോട്ടെ, അതിനിടയ്ക്ക് ഇറങ്ങിയ ഏതൊരു കായംകുളം കൊച്ചുണ്ണി അതുപോലത്തെ ഉള്ള ഫിലിംസ് ആയിക്കോട്ടെ, ഇതെന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ അടുത്ത് വരെ വരാനുള്ള യോഗ്യത പോലും ഇല്ല. പക്ഷെ ബാക്കിയുള്ള ഈ പറഞ്ഞ 3 സിനിമകൾക്കും കിട്ടിയ ഒരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. പക്ഷെ പടം പൊട്ടിപ്പോയി, അത് വേറൊരു കാര്യം തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ സിനിമ യാതൊരുവിധ പബ്ലിസിറ്റി ഇല്ലാതെ വന്നിട്ടും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വമ്പൻ ഹിറ്റടിച്ച് പോയ ഒരു ചലച്ചിത്രമാണ്. വിനയൻ്റെ ഒരു വലിയൊരു മാജിക് എന്ന് പറയാം, സിജു വിൽസൻ്റെ. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി വലിയ എഫർട്ട് എടുത്ത ഗോകുലം ഗോപാലിന് അദ്ദേഹത്തിനെ സ്മരിക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്ന കാര്യം, ഇതിപ്പോൾ OTT അവൈലബിൾ ആയിട്ടുണ്ട്. OTT വന്നപ്പോഴും അതേപോലെ സെയിം മോഡൽ തന്നെ. OTT വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആമസോൺ പ്രൈമിലാണ് ഇത് റിലീസായത്. ആമസോൺ പ്രൈമിൽ ഏത് സിനിമ ഇടുവാണെങ്കിലും അത് മലയാളം മനോരമ ആയിക്കോട്ടെ, ഏത് പത്രം ആയിക്കോട്ടെ, അതിൽ വലിയൊരു ആർട്ടിക്കിൾ അല്ലല്ലോ, അവരുടെ ഒരു ആഡ് കൊടുക്കും. പക്ഷേ ഈ ഒരു സിനിമ റിലീസായപ്പോൾ യാതൊരുവിധ ആഡും കൊടുത്തിട്ടില്ല, യാതൊരുവിധ പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല. എങ്ങും നിന്നും ഒരു അഭിപ്രായമില്ല. ഈ അഭിപ്രായം എന്നല്ല, ഒരു ആഡും കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് കൂടി ഇന്ത്യയിൽ തന്നെ ഈ സിനിമ, നമ്മുടെ ഒരു മലയാളത്തിൻ്റെ സിനിമ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് പലരും കമൻറ്റ് ചെയ്യുന്നു മലയാളത്തിലെ ബാഹുബലി എന്ന് പോലും. ഇത് ആറാട്ടുപുര വേലായുധ പണിക്കരുടെ, ഞാൻ കായംകുളത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹം നിർമ്മിച്ചൊരു വീട് വരെ പോകാൻ പറ്റി. അത് കാണാനും അദ്ദേഹത്തിൻ്റെ ആ രൂപവും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാനും ഒക്കെ പറ്റി. അത് ആറാട്ടുപുര വേലായുധ പണിക്കർ മാത്രമല്ല, നങ്ങേലി, അതേപോലെയുള്ള ഒരുപാട് പേരുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററിക്കൽ മൂവ്മെൻറ്റിലോട്ട് നമ്മളെ പിടിച്ചിരുത്തി. പലരും പറയുന്ന പോലെ ഇപ്പം കന്നഡക്കാരോ അല്ലെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് മലയാളത്തിലെ ബാഹുബലിയാണെന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കമൻറ്റ് മാത്രം. ഇപ്പം പഴയതുപോലെയല്ല മലയാള സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല മാറ്റങ്ങൾ ഒരുപാട് വന്നു തുടങ്ങി. നല്ല കണ്ടൻറ്റും നല്ല ക്രിയേറ്റീവ് നല്ല പ്രൊഡ്യൂസറും നല്ല ആക്ടറും ഉണ്ടെങ്കിൽ, നല്ല ആക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നിടത്ത് ക്യാമറ വയ്ക്കാവ് എന്ന് പറയുന്ന ആക്ടേഴ്സ് അല്ല, നല്ല അഭിനേതാക്കളും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല സിനിമകൾ പിറവിയെടുക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 19-ാം നൂറ്റാണ്ട്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിൻ വർഗീസ്, ടി റെഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പുതുമുഖങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമ ഒരു വേറിട്ടൊരു ശൈലിയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനിയുമല്ല, തുടങ്ങിക്കഴിഞ്ഞു. 2011 ട്രാഫിക് ആയിരുന്നു അന്ന് തുടക്കം തുടക്കിയത്.